First question, what is literature of marginalized? Answer, it is literature that represents the lives and struggles of socially excluded groups like girls, women and minorities. It gives voice to the oppressed. മാർജിനലൈസ്ഡ് എന്ന് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചറാണ്. ആ ലിറ്ററേച്ചറിൽ എന്താണ് പറയുന്നത് വെച്ചാൽ സ്ട്രഗിൾസ് ഓഫ് സോഷ്യലി എക്സ്ക്ലൂഡഡ്, സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഗ്രൂപ്പാണ് ദളിത്, സ്ത്രീകൾ, അതുപോലെ മൈനോറിറ്റീസ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സ്ട്രഗിളും അവരുടെ ജീവിത രീതികളൊക്കെ റെപ്രസെൻ്റ് എഴുതിയ ലിറ്ററേച്ചർ വർക്കിനെയാണ് ലിറ്ററേച്ചർ ഓഫ് ദ മാർജിനലൈസ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് വോയിസ് ടു ദ ഒപ്രസ്ഡ്. ഇതുവഴി അടിച്ചമർത്തപ്പെട്ടവർക്ക് വോയിസ് നൽകുന്നവർക്ക് വേണ്ടി ലിറ്ററേച്ചറൊക്കെ സംസാരിക്കുന്നു. Second question, who are marginalized people? Marginalized people are those who are pushed to the edge of the society and denied the equal rights and opportunities. അതായത് സമൂഹത്തിൽ നിന്നിൻ്റെ ഒരു മൂലക്കിലേക്ക് അവരെ പിന്തള്ളപ്പെട്ടവരും അവർക്ക് ഈക്വൽ റൈറ്റും എല്ലാവരെയും പോലെ തുല്യ അവകാശവും അവസരങ്ങളും ഇല്ലാത്ത, അതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെയാണ് മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. What is Dalit literature? Answer, Dalit literature focuses on oppression and experience of lower caste people. It expresses protest against caste discrimination. ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് അടിച്ചമർത്തപ്പെട്ട ആളുകളായ, താഴ്ന്ന ജാതിയിൽപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ഈ ദളിത് ലിറ്ററേച്ചറിൽ ഉള്ള മെയിൻ തീം. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ സംരക്ഷണവും അതുപോലെ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ, എന്നാൽ ജാതിമയങ്ങൾ തരംതിരിച്ചുള്ള അതൊക്കെ ഉണ്ട്, അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റാണ്, എതിരെയുള്ള പ്രതിഷേധമാണ് ഈ ദളിത് ലിറ്ററേച്ചറിലൂടെ നമുക്ക് കാണാൻ കഴിയുക. What is feminist literature? Feminist literature deals with women's rights, gender equality and challenges faced by women in society. സൊസൈറ്റിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെയൊക്കെ, അതുപോലെ വുമൻ്റെ അവകാശങ്ങൾ, ജെൻഡർ ഈക്വാലിറ്റി, ഇതൊക്കെയാണ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിലെ മെയിൻ തീം. Fifth question, what is identity in marginalized literature? ഇതിലെ ഐഡന്റിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ. ഐഡന്റിറ്റി റെഫേഴ്സ് ടു ദ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ബിലോങ്ങിങ്. Marginalized literature explores how people struggle to find their identity. ഐഡന്റിറ്റി എന്നത് ഒരു സ്വയമുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ തിരിച്ചറിവാണ് ഐഡന്റിറ്റി എന്നത്. ഈ മാർജിനൈസ്ഡ് ലിറ്ററേച്ചറിൽ പീപ്പിൾസ് സ്വയം ഉള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ സ്വയമുള്ള ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുക, സ്ട്രഗിൾ ചെയ്യുക. Sixth question, what is oppression? Oppression is the unfair treatment of control of people by those in power. അധികാരമുള്ളവർ മറ്റുള്ളവരെ അൺഫെയർ ആയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് ഒപ്രഷൻ എന്ന് പറയുന്നത്. ഒപ്രഷൻ എന്ന് മലയാളം മീനിങ് അടിച്ചമർത്തൽ എന്നാട്ടോ. Seventh question, what is resistance? Resistance means opposing of writing against injustice and equality. അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. What is social inequality? Social inequality refers to unequal distribution of rights, opportunities and resources in society. സമൂഹത്തിൽ നടക്കുന്ന അൺഈക്വലായ, ഒരുപോലെ അല്ലാത്ത ഡിസ്ട്രിബ്യൂഷന്, അധികാരത്തിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും അവസരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റിസോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ആളുകൾക്കും ഒരുപോലെ വിതരണം ചെയ്യണം. പക്ഷേ ഇതുപോലെ വിതരണം ചെയ്യാത്തതിനെയാണ് സോഷ്യൽ ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത്. Ninth question, what is autobiography in marginalized literature? മാർജിനൈസ്ഡ് ലിറ്ററേച്ചറിൽ എഴുതിയ ഓട്ടോബയോഗ്രഫി എന്നാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ. അതായത് ഈ സ്ട്രഗിളും അടിച്ചമർത്തലൊക്കെ അനുഭവിച്ച ആളുകൾ എഴുതിയ തൻ്റെ സ്വന്തം ജീവിത കഥയാണ് ഓട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അവർ എഴുതിയതാകുമ്പോൾ ആ സമയത്ത് അവർ അനുഭവിച്ച ഡിസ്ക്രിമിനേഷനും സ്ട്രഗിൾസും ഒക്കെ ആയിരിക്കും ഇതിലെ മെയിൻ തീം. ഇറ്റ് ഈസ് എ പേഴ്സണൽ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ ദ ഓതർ, ഓപ്പൺ ഷോയിങ് റിയൽ ലൈഫ് സ്ട്രഗിൾസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ദാറ്റ്സ് ഇറ്റ്. 10th question, why do marginalized writers use simple language? Of course നമുക്ക് ആലോചിക്കാൻ അറിയാം, കാരണം മാർജിനലൈസ്ഡ് റൈറ്റേഴ്സ് എന്തിനാണ് ഈ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? കാരണം ടു എംപവർ, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദയർ ഡൊമിനൻ്റ് പവർ. അതായത് അവർക്ക് ഈ മാർജിനലൈസേഷനിൽ നിന്ന് മോചനം ലഭിക്കണം, അവർക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി കണ്ട് തൻ്റെ ഒപ്പം തന്നെ അതേപോലെയുള്ള ജനങ്ങളെ ബോധവൽക്കരണമാക്കാൻ. നമ്മൾ വെറുതെ എന്തിനാണ് പവറിൻ്റെ കീഴിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് വരുത്താൻ വേണ്ടി തങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ചാലല്ലോ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാം. സോ അതിന് വേണ്ടി കണ്ടാണ് അവർ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ദേ യൂസ് സിമ്പിൾ ലാംഗ്വേജ് ടു റീച്ച് കോമൺ പീപ്പിൾ ആൻഡ് ക്ലിയർലി എക്സ്പ്രസ് റിയൽ ലൈഫ് സ്ട്രഗിൾസ്. ഓക്കെ, കോമൺ പീപ്പിളിലെത്താനും അവരുടെ റിയൽ ലൈഫ് സ്ട്രഗിൾസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കണ്ടാണ് കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തത്, സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തത്. കാരണം വലിയ കടികട്ടിയായ ഭാഷയിലൊന്നും എഴുതിയിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഇതെത്തേണ്ടത് സാധാരണക്കാരായ ജനങ്ങളെടുത്താണ്. എങ്കിലേ അവർക്ക് എല്ലാവർക്കും കൂടി അവരെ ഡൊമിനൻ്റ് പവറിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവർക്ക് ഫ്രീഡം കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ദേ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. 12th question, what is stereotype? സ്റ്റീരിയോടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻ. ഒരു സമൂഹത്തെ മൊത്തം തെറ്റായ ഒരു ധാരണയിലൂടെ കാണുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സമൂഹത്തെ മൊത്തം ഒരു പുരുഷൻ തെറ്റാന്ന് വിചാരിച്ചാൽ പുരുഷന്മാരെ മൊത്തം അധിക്ഷേപിക്കുക, അതേപോലെ ഒരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് ആണ് സ്റ്റീരിയോടൈപ്പ്. I couldn't get a proper note or any question and answer of this paper, so if I get, I will upload soon.